മന്ത്രിയെ നേരിട്ട് കണ്ട് ഇത് കൊടുക്കാൻ വന്നതാ. ആ മന്ത്രിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെയാ നിശ്ചയിക്കുന്നത്. ചെക്കാണോ നിവേദനമാണോ? നിവേദനമാണ്. നിവേദനമാണേ അങ്ങോട്ട് കൊടുത്തേക്കടോ. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. ഒരു വഴിക്കാക്കി തരാം. താൻ ധൈര്യമായിട്ട് പൊക്കും. അവന്റെ അമ്മയുടെ ഒരു നിവേദനം. ഇതുവരെ എത്ര ആയിടോ? 4.4 ലക്ഷം. അയ്യോ എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, ഇന്ന് വൈകുന്നേരത്തിനകം 10 തികഞ്ഞില്ലെങ്കിൽ 4 വിമതന്മാര് ചാടിപ്പോകൂടോ. അടുത്ത ആളെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കടോ. നമസ്കാരം. ആ സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനുള്ള 6 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. എവിടെ 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 എവിടെ? പിള്ളേരുടെ ഫിസിക്കൽ കണ്ടീഷൻ അത്ര ശരിയല്ല. ഒരുത്തനാണെങ്കിൽ ഹിസ്റ്ററി, ആ ചുഴലിദീനം. 2 പേർക്ക് പൊക്കവില്ല. വേറൊരുത്തന്റെ കാലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അതൊന്നും കുഴപ്പമില്ല. അവയവങ്ങളെല്ലാം ഉണ്ടല്ലോ. ഉണ്ട്. പറഞ്ഞിരുന്ന കാശ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. അപ്പോയിന്റഡ്. ഈ മന്ത്രിസഭ അധികാരത്തിലേറിയിട്ട് അഭിമാനാർഹങ്ങളായ 6 മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. എന്റെ സഹമന്ത്രിമാരായ നിങ്ങളുടെ എല്ലാം അഗൈരവമായ ആത്മാർത്ഥതയും പ്രയത്നവുമാണ് ഈ വിജയത്തിന് പിന്നിലുള്ളതെന്ന് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്നു. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം പരമാവധി നാം വാങ്ങി ഔദ്യോഗിക തലങ്ങളിലെ അഴിമതികൾ അവസാനിപ്പിച്ചു. ക്രമസമാധാനം പുനഃസ്ഥാപിച്ചു. ഈശ്വരൻ കനിഞ്ഞു നൽകിയ കേരളത്തിലെ പ്രകൃതി ഭംഗിയെയും പരിതസ്ഥിതി സന്തുലിതാവസ്ഥയെയും തകിടം മറച്ചിരുന്ന മരം വെട്ടൽ, വനനശീകരണം, അനധികൃത കുടിയേറ്റം ഇവയെല്ലാം ഫലപ്രദമായി ചെറുത്തു തോൽപ്പിച്ച ആഭ്യന്തര വകുപ്പ് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. എന്നിരുന്നാലും കൃഷ്ണഗിരി വനങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരെ നേരിടുന്നതിനിടയിൽ വീരമൃത്യു അടഞ്ഞ സബ് ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ നമ്മളുടെയൊക്കെ മനസ്സിൽ ദുഃഖസ്മരണകൾ ഉണർത്തുന്നു. കൃത്യവിലോപം കൊണ്ടല്ല, എങ്കിലും അതിനിടയാക്കിയവരെ പിടികൂടാനുള്ള കാലവിളംബരം അനാവശ്യമായ അപവാദങ്ങൾക്ക് വഴിയൊരുക്കും. ചുരുങ്ങിയ കാലമേ അധികാരം നമ്മുടെ കൈകളിലുണ്ടാവും. കറപുരളാത്ത കൈകളോടെ ഇനിയും നമുക്ക് ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതാണെന്നുള്ള വസ്തുത നാം ഒരിക്കലും മറക്കരുത്. 1 വർഷം കഴിഞ്ഞാൽ അയാൾ നിന്നെ എടുത്ത് പുറത്തു കളയും. അതിനുള്ളിൽ കടിഞ്ഞാൻ നീ കൈവശപ്പെടുത്തിയിരിക്കണം. ഞാൻ പറയുമ്പോ ഇവിടത്തേക്ക് വിഷമം തോന്നരുത്. പോലീസ് അസോസിയേഷനിലൊക്കെ ഇത്തിരി അബ്ജക്ഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഓഫീസേഴ്സ് അസോസിയേഷനിൽ. കൃഷ്ണകുമാർ മരിച്ചിട്ട് ഇത്രയും നാളായിട്ടും ഇതേവരെ ജയനെയും കൂട്ടരെയും. ജയൻ എന്റെ പോക്കറ്റിലാണോ കിടക്കുന്നത്? പിടിക്കേണ്ടത് അവരല്ലേ, ഞാനാണോ? പ്രതിയെ പിടിക്കേണ്ടത് പോലീസുകാരുടെ കടമയാണ്. ആഭ്യന്തരമന്ത്രിക്ക് ലാത്തിയും തൂക്കി ഇറങ്ങി നടക്കാൻ ഒക്കത്തില്ല. തന്നെയുമല്ല, ഇവിടത്തെ ആൾക്കാർ കാശും പണവും വാങ്ങി പോലീസിൽ ആളെ എടുക്കുന്നുവെന്ന് പരാതിയുമുണ്ട്. കുറെ പുണ്യവാളന്മാര്. ഈ കൈക്കൂലിയൊക്കെ നിർത്താൻ എനിക്കും അറിയാം. 1.5 രൂപ വാങ്ങിക്കുന്ന സാധാ കോൺസ്റ്റബിൾ തുടങ്ങി 10,000-ഉം ലക്ഷവും വാങ്ങിക്കുന്ന നിങ്ങൾ IPS കാരനെ വരെ കൈക്കൂലി ഞാൻ നിർത്തി കാണിച്ചു തരാം. കാണണോ? അല്ല, അത് വേണ്ട. ചെകുത്താൻ വേദം ഓതണ്ടെന്ന് അവരോട് പറഞ്ഞേക്ക്. ഇന്നലെ CM-ഉം 2 കല്ല് വെച്ച് വർത്തമാനം പറഞ്ഞു. എനിക്കതൊന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല. അതൊക്കെ പോട്ടെ, അസൂയക്കാരങ്ങനെ പലതും പറയും. എനിക്കിന്നൊരു ന്യൂസ് കിട്ടി. എന്താണ്? ജയൻ തിരുവനന്തപുരത്ത് എവിടെയോ ഉണ്ട്. നമ്മുടെ മൂക്കിന് താഴെ തന്നെ ആവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. നേരോ നുണയോ എന്നറിയില്ല, വെറുമൊരു ന്യൂസാണ്. ഇവിടെ എവിടെയോ ഒരു ഒളി സങ്കേതത്തിൽ അയാളുണ്ട്. അയാൾക്കെതിരായുള്ള നമ്മുടെ നീക്കങ്ങളെല്ലാം കൃത്യസമയത്ത് അയാൾ അറിയുന്നുമുണ്ട്. അതായത് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ വാർത്തകൾ ചോരുന്നു. റൂട്ട് ഏതാണെന്ന് മാത്രം പിടിയില്ല.
ഞാൻ പൊയ്ക്കോട്ടെ. ആ ലെറ്റേഴ്സ് എല്ലാം ഡ്രാഫ്റ്റ് ചെയ്ത് റൂമിൽ വെച്ചിട്ടുണ്ട്. ആ ഡ്രൈവർ വന്നോ? ഭക്ഷണം കഴിച്ചോ? സാറ് കഴിച്ചില്ലല്ലോ. ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയട്ടെ? വേണ്ട, ലക്ഷ്മി പോയിക്കോളൂ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. മഹി, എന്റെ വിഷമം കൊണ്ട് ചോദിക്കുകയാണ്. മഹിക്ക് എന്തു പറ്റി? എന്താ? കുറെ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുന്നു. മഹിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഓഫീസിൽ പോകുന്നില്ല, സമയത്ത് ആഹാരം കഴിക്കുന്നില്ല, ആരോട് സംസാരിക്കുന്നില്ല. എന്തു പറ്റി മഹി? ഏയ്, അതൊക്കെ ലക്ഷ്മിക്ക് വെറുതെ തോന്നുക. ലക്ഷ്മി പോയിക്കോളൂ. ഗുഡ് നൈറ്റ്. ഇല്ല, അതറിയാതെ ഞാൻ പോവില്ല. ഞാൻ വെറും ഒരു പി ആണെങ്കിൽ ഗുഡ് നൈറ്റ് വേണ്ട, ഗെറ്റ് ഔട്ട് പറഞ്ഞാൽ മതി. ഞാൻ പൊയ്ക്കൊള്ളാം. ഞാനിത് അന്നേ ഊഹിച്ചതാ. മഹിപ്പോൾ ഇത്ര പാവം പിടിച്ച ഒരാൾക്ക് പൊളിറ്റിക്സ് പറ്റില്ല. ദേഷ്യവും റെഫിനസും ഒക്കെ പുറമേ ഉള്ളൂ. മഹിയുടെ ഉള്ള് വെറും സോഫ്റ്റാ. മനസ്സിലുള്ള വിഷമം ഇഷ്ടവും വിശ്വാസമുള്ള ആരോടെങ്കിലും പറഞ്ഞാൽ തീരും. അതങ്ങനെയാ. എന്നെ വിശ്വസിക്കാമെന്ന് മഹിക്ക് തോന്നുന്നെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. എനിക്ക് വിശ്വാസമുള്ളവർ അധികം പേരില്ല. അതിലാദ്യത്തെ ആളാണ് ലക്ഷ്മി. ഞാനിവിടെ ചെയ്യുന്നത് തെറ്റോ ശരിയോ എന്ന് പോലും എനിക്കറിയില്ല. ഐ എം ഇൻ ടോട്ടൽ കൺഫ്യൂഷൻ. എന്താണ് കൺഫ്യൂഷൻ എന്ന് എനിക്കറിയാം. ഇവനാ നമ്പർ 1. ഹേ ലക്ഷ്മി, ഒരു കൺഫ്യൂഷൻ തീർന്നു. ഇനി ഈ ഫയൽ തുറക്കരുത്. എന്താ അടുത്ത കൺഫ്യൂഷൻ? ചോദിച്ച തുക വളരെ കൂടുതലാണ് മിസ്റ്റർ തോമസ്. ബാക്കി 20 പേർക്കും ഞാൻ ഇത്രയും വലിയ തുക കൊടുത്തിട്ടില്ല. ചോദിച്ച പണം ഞാൻ തരാം, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായാൽ എന്റെ കൂടെ നിൽക്കണം. മീൻസ് അസംബ്ലിയിൽ ഭരണ മുന്നണിക്കെതിരെ പോലും വോട്ട് ചെയ്യാൻ തയ്യാറാകണം എന്നർത്ഥം. ജയനെവിടെ?
എവിടെയാണ് ജയൻ? കൊല്ലും നിന്നെ ഞാൻ. പറയടി. സ്നേഹം അഭിനയിച്ച് എന്നെ വഞ്ചിക്കായിരുന്നു അല്ലേ? കഴിവറ മോളെ, എന്നെ വഞ്ചിച്ചാരെയും ഞാൻ വെറുതെ വിടില്ല. കൊല്ലും ഞാൻ. പറയടി, എവിടെ ജയൻ? പറയാൻ. പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? കൊല്ലും അല്ലേ? ഓടാ. പാതിരാത്രിയിൽ ആരോരുമില്ലാത്തൊരിടത്ത് കൂട്ടിക്കൊണ്ടുവന്ന് കൊല്ലുമെന്ന്. ധീരൻ. രാത്രിയിൽ താൻ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമല്ലോ മുഖ്യമന്ത്രിയുടെ മുഖം കണ്ട്. എന്തേ അയാളുടെ നേരെ ഇത് ചൂണ്ടാൻ ധൈര്യമില്ലാതെ പോയി? എന്നെ കൊല്ലാൻ ഈ പരാക്രമത്തിന്റെ ഒന്നും കാര്യമില്ല. എവിടെ വെച്ചും കൊല്ലാം. ആരും ചോദിക്കാനില്ല. ജയൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. എന്നും ഞങ്ങൾ തമ്മിൽ കാണാറുണ്ട്. എനിക്ക് അയാളെ ഇഷ്ടമാണ്, ബഹുമാനമാണ്. ഞാൻ അയാളുടെ കുഞ്ഞിന്റെ അമ്മയാകാൻ പോവുകയാണ്. താൻ എന്ത് ചെയ്താലും ജയൻ എവിടെ ഉണ്ടെന്ന് ഞാൻ പറയില്ല. പറയിപ്പിക്കാൻ ധൈര്യമുണ്ടോ? ഒരു പോലീസുകാരനെ കൊന്നതിലുള്ള ധർമ്മരോഷമാണല്ലോ തനിക്ക്. ഒന്നും അറിയാത്ത 15 പാവങ്ങൾ അന്നവിടെ വേറെ മരിച്ചു. വെടിയേറ്റ്, പോലീസിന്റെ വെടിയേറ്റ്. അന്ന് തന്റെ പോലീസും ഗുണ്ടകളും എത്രയെത്ര അമ്മമാരെയും സഹോദരിമാരെയും മാനഭംഗപ്പെടുത്തി. അതിലൊന്നും അയാൾക്ക് ധർമ്മരോഷമില്ല. എങ്ങനെ ഉണ്ടാകാനാ? ബാല്യക്കാരിയെ പ്രേമിക്കാൻ ഭാര്യയെ തൊഴിച്ചുകൊന്ന തന്തയുടെ മകനല്ലേ താൻ? ജയനൊന്നും നിങ്ങളോട് കരഞ്ഞപേക്ഷിച്ചതല്ലേ പോലീസിനെ വിടരുതെന്ന്? അവിടെ നടന്ന എല്ലാ പാതകങ്ങൾക്കും താനാണ് ഉത്തരവാദി. യു ആർ എ ക്രിമിനൽ. എനിക്ക് ജയനെ ഒന്ന് കാണണം. ആഭ്യന്തരമന്ത്രിയായിട്ടല്ല, നിങ്ങളുടെ മഹിയായിട്ട്. പ്ലീസ്. എന്നെ വിശ്വാസമില്ലെങ്കിൽ ഇത് വെച്ചോളൂ. ഞാൻ അവനെ കൊല്ലും. എന്താ ഇത്?